ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നല്ലൊരു ഹെൽത്തി സ്മൂത്തിയാണ്. നിമിഷ നേരങ്ങളിൽ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മൂത്തി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും, ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും, അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും, ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനുമൊക്കെ ഇതുപോലൊരു സ്മൂത്തി നിങ്ങൾക്ക് തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. രാവിലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടനേരത്ത് വിശക്കുന്നു എന്ന് തോന്നുമ്പോഴൊക്കെ ഇതുപോലൊരു സ്മൂത്തി തയ്യാറാക്കി കുടിക്കുക. സാധാരണ വിശക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡുകളോ അങ്ങനെയുള്ള അൺഹെൽത്തി ഭക്ഷണങ്ങളാണ് കഴിക്കാറ് അല്ലേ. എന്നാൽ നിങ്ങൾക്ക് വിശക്കുന്നു എന്ന് തോന്നുന്ന സമയത്തൊക്കെ ഇതുപോലൊരു സ്മൂത്തി തയ്യാറാക്കി കഴിക്കുക. ഇങ്ങനൊരു സ്മൂത്തി കഴിക്കുന്നത് മൂലം നിങ്ങളുടെ വിശപ്പ് മാറും, നിങ്ങൾ ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഹെൽത്തി സ്മൂത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു സ്മൂത്തി തയ്യാറാക്കാനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കുക്കുംബർ ഇട്ട് കൊടുക്കുക. കുക്കുംബർ എന്ന് പറയുന്നത് വെള്ളരിക്കയാണ്. വെള്ളരിക്ക കഴുകിയതിന് ശേഷം തൊലി കളയാതെ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ കുക്കുംബറിലുള്ള സ്റ്റിറോൾസ് ബ്ലഡ് കൊളസ്ട്രോൾ മാനേജ് ചെയ്യാൻ സഹായിക്കും. കൂടാതെ ഇത് ഡയബറ്റിക് ഫ്രണ്ട്ലിയുമാണ്. ഇതുമാത്രമല്ല, കുക്കുംബറിൽ നല്ല അളവിൽ ജലാംശം അടങ്ങിയിരിക്കുന്നതിനാൽ വിശപ്പും ദാഹവുമൊക്കെ മാറുന്നതിന് വളരെ നല്ലതാണ്. ഇതുമാത്രമല്ല, നല്ല ഡൈജഷന് ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിനും ലിവർ ശുദ്ധീകരിക്കാനുമൊക്കെ വളരെ നല്ലത് കൂടിയാണ് കുക്കുംബർ. ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഫൈബർ, വൈറ്റമിൻ കെ, വൈറ്റമിൻ സി, മഗ്നീഷ്യം, കാൽഷ്യം, ഇരുമ്പ്, ഫോസ്ഫറസ്, സിങ്ക് തുടങ്ങിയ പലവിധ പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് കുക്കുംബർ. ഇനി ഇതിലേക്ക് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ആപ്പിൾ. ഒരാപ്പിൾ കഴുകിയെടുത്തതിന് ശേഷം തൊലി കളയാതെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആപ്പിളിൻ്റെ സീഡ് ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഷുഗർ കൺട്രോൾ ചെയ്യാനും വണ്ണം കുറയ്ക്കാനുമൊക്കെ വളരെ നല്ലതാണ് ആപ്പിൾ. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ഇഞ്ചി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 2-3 കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നിറഞ്ഞ നല്ലൊരു ഔഷധമാണ് ഇഞ്ചി. നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക അസുഖങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഔഷധം പോലെ പ്രവർത്തിക്കുന്ന ഇൻഗ്രീഡിയൻ്റാണ് ഇഞ്ചി. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ലൈം ജ്യൂസ്. ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവൻ എടുക്കുക. കുരു കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വൈറ്റമിൻ സിയുടെ നല്ല ഉറവിടം കൂടിയാണ് ചെറുനാരങ്ങ. ഈ ലൈം ജ്യൂസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ ഇത് കൊഴുപ്പൊരുക്കി കളയാനായി സഹായിക്കും. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. സ്മൂത്തി ഞാനിവിടെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ സെർവിങ് ബോളിലേക്കോ ഒഴിച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഈ ഒരു സ്മൂത്തി അരിച്ചെടുക്കാതെയാണ് നിങ്ങൾ കുടിക്കേണ്ടത്. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതുപോലൊരു സ്മൂത്തി ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതിലെ ഹൈ ഫൈബർ നിങ്ങളുടെ ലിവറും ഇൻറ്റസ്റ്റൈനുമൊക്കെ ശുദ്ധീകരിക്കാൻ സഹായിക്കും. ഇതൊരു നല്ല ബോഡി ക്ലെൻസറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതുപോലൊരു ഗ്രീൻ സ്മൂത്തി ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഇപ്പോൾ ഷുഗർ ഉള്ളവർക്കായാലും ശരി, നിങ്ങളുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി തന്നെ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുക. അതായത് ഇതുപോലുള്ള സ്മൂത്തിയൊക്കെ തയ്യാറാക്കി കുടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് പുറത്തു പോകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പല അസുഖങ്ങളും കുറയ്ക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് ഒക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കാത്തതും അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതും കൊളസ്ട്രോൾ കുറയ്ക്കാൻ സാധിക്കാത്തതുമൊക്കെ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ബോഡി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷനും റെസിപ്പിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.